ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, ഇന്ന് വെറുതെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചെറിയൊരു വീഡിയോ പിടിച്ചു. അപ്പോൾ വലിയ സ്പെഷ്യലൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചുമ്മാ ജസ്റ്റ് നമ്മൾ ചൂടുവെള്ളവും പച്ചവെള്ളവും കൂടെ ഉപയോഗിച്ചിട്ട് കലക്കി സാധാ നമ്മുടെ പത്തിരിപ്പൊടിയില്ലേ കലക്കി ഇങ്ങനെ ചുടുന്ന അപ്പം ഇല്ലേ, അതുപോലത്തെ നൈസായിട്ടുള്ള ഈ അപ്പം എനിക്ക് ആദ്യമൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന പ്രിയപ്പൊടിയില്ലേ, നമ്മുടെ സാധാ ആ പ്രിയപ്പൊടി നല്ല സോഫ്റ്റ് ആയിട്ടോ, നല്ല പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. നമുക്കിതിപ്പോൾ വേണമെങ്കിൽ ആ പാനിൽ കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ ഒഴിച്ച് നമുക്കത് ആ റൗണ്ട് ഷേപ്പിന് നമുക്ക് എടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇത് ആ ചെറിയൊരു ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഞങ്ങളെപ്പോഴും അങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നല്ല ചൂടൻ അപ്പവും നല്ല സാമ്പാറുമാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ. വേറെ എന്തൊക്കെയാണ്? എല്ലാവർക്കും നല്ലൊരു ഡേ തന്നെ ആവട്ടെ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, അല്ലാണ്ട് ഡേ ഇൻ മൈ ലൈഫൊന്നുമില്ല. പിന്നെ ഇത് കുറച്ച് ചിക്കൻ ഒന്ന് ജസ്റ്റ് കറി പോലെ വെച്ചിട്ട് പെരട്ട് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് ചൂടാക്കി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊന്ന് ചൂടാക്കുകയാണ്. അപ്പോൾ മോന് ഇഷ്ടമാണ്, അപ്പോൾ അവനത് കഴിക്കും. 1-2 പീസൊക്കെ ഉള്ളൂ. അപ്പോൾ അപ്പത്തിലൂടെ കഴിച്ചോളൂല്ലോ എന്ന് കരുതിയിട്ട് അത്. പിന്നെ കട്ടൻ ചായ ഇട്ടു, അപ്പം ഉണ്ടാക്കി. പിന്നെ സാമ്പാർ ഞാൻ വെക്കുമ്പോൾ പിറ്റത്തേക്കും കൂടെ കണക്കാക്കിയാണ് ഇന്നലെ വെച്ചത്. അതായത് ഇന്നലെ വെച്ചു, എന്നിട്ട് അതിൽ നിന്ന് തണുത്ത് കഴിയുമ്പോൾ പകുതി പോർഷൻ എടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ പിറ്റേന്നും കൂടെ എടുക്കാമല്ലോ. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മറ്റേ നമ്മൾ അടുപ്പിച്ച് നമ്മൾ സാമ്പാർ വെക്കൽ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. എനിക്ക് പാടാണ് കാര്യം എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ഈ വീഡിയോയും പിന്നെ മോളുടെ കാര്യവും ഒക്കെ അങ്ങോട്ട് പാടാണ്, ഒരു ചെറിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ചിക്കൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2-3 പീസൊക്കെ ഉള്ളൂ കേട്ടോ, ഒത്തിരി ഒന്നുമില്ല, ഒരു 3 പീസ് എങ്ങാണ്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വേറെ എന്തൊക്കെയാണ്? അപ്പോൾ നിങ്ങളിങ്ങനെ അപ്പം ഉണ്ടാക്കാറുണ്ടോ, അതോ മറ്റേ പച്ചരി അരച്ച് ഉള്ള അപ്പമാണോ ഉണ്ടാക്കാറ്? അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് കേട്ടോ, ഇത് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. ആവശ്യത്തിനുള്ള പത്തിരിപ്പൊടി എടുക്കുക, എന്നിട്ട് അതിൽ കുറച്ച് പൊടി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് ചെറിയ ചൂടുവെള്ളവും അതുപോലെ സാദാ വെള്ളം രണ്ടും ഈക്വലായിട്ട് എടുക്കുക. വെള്ളം 2 കപ്പിലായിട്ട്, ഒന്നിൽ ചെറിയ ചൂടുവെള്ളം, ഒന്നിൽ സാദാ വെള്ളം, എന്നിട്ട് രണ്ടും ഈക്വലായിട്ട് ഒഴിച്ച് നല്ല ലൂസായിട്ട് തന്നെ ബാറ്റർ തയ്യാറാക്കണം കേട്ടോ. ഒത്തിരി കട്ടിയൊന്നും പാടില്ല. എന്നിട്ട് നമ്മൾ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് തൂകി കൊടുക്കുക, എന്നിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. വളരെ എളുപ്പമുള്ള കേസാണ്. ഇവിടെ ഇക്കാനൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് ചൂടനെ. അപ്പോൾ നമുക്ക് വൈകിട്ട് ചിലപ്പോൾ ചായക്ക് ചെറുകടിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ അപ്പം ഇങ്ങനെ ഉണ്ടാക്കാൻ പറയുക. അപ്പോൾ ഒരു ഇച്ചിരി നമ്മൾ ഉപ്പ് മാത്രമല്ലേ സാധാരണ ഇടാറുള്ളൂ. അപ്പം വൈകിട്ടൊക്കെ ഇങ്ങനെ ചുമ്മാ ഉണ്ടാക്കുമ്പോൾ ഒരു ഇച്ചിരി തേങ്ങയൊക്കെ ചിരുകിയിട്ട് ഒരിച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഇതുപോലെ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ നല്ല റോൾ ചെയ്ത് ഇങ്ങനെ ചുമ്മാ നമുക്ക് ചായയോടൊപ്പം കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ സാമ്പാർ ഇത് ഞാനൊന്ന് ചൂടാക്കാനാണ്. നമ്മളെപ്പോഴും തലേ ദിവസത്തെ സാമ്പാർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചൂടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, തീ കൂട്ടി വെക്കരുത്. എപ്പോഴും ഫ്ലെയിം കുറച്ച് വേണം വെക്കാനായിട്ട്. അപ്പോഴത് ചെറിയ രീതിയിൽ ചൂടായി അത്യാവശ്യം നല്ല രീതിയിൽ വരും കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ ചൂടാക്കി വെച്ചു. അപ്പം കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ, ഇനി ഉണ്ടാക്കണം. പിന്നെ സാമ്പാർ ഒന്ന് ചൂടാക്കി, കാര്യം മോൻ മദ്രസയിൽ നിന്ന് വരുമ്പോഴേ അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഞാൻ ആദ്യം കുറച്ചപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? ഇപ്പോൾ നല്ല ക്ലൈമറ്റൊക്കെയാണോ? പകൽ ഒരു രക്ഷയില്ല കേട്ടോ. ചൂടെന്ന് വെച്ചാൽ നല്ല അസ്ഥാന ചൂടാണ്, ഒരു രക്ഷയില്ല. വൈകിട്ട് മഴ, നല്ല രീതിക്കുള്ള മഴയൊന്നും ഇതുവരെ പെയ്തില്ല. 1-2 ദിവസം കണ്ടോ അത്യാവശ്യം നല്ല മഴ പെയ്തു. ബാക്കിയൊക്കെ ചുമ്മാ ഒരു ചാറ്റൽ മഴ പോലെയുള്ള ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ വേറെ എന്തൊക്കെയാണ്? അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കാണുക. അപ്പോൾ എൻ്റേതായ ഒരു ശൈലിയിലാണ് ഞാൻ വീഡിയോസൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഓക്കെ, അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വീട്ടിൽ സ്പെഷ്യലെന്ന് പറയുക, കമൻറ്റ് ബോക്സിലൂടെയൊക്കെ അറിയിക്കുക കേട്ടോ. എൻ്റെ ലൈവിൽ നിങ്ങളെല്ലാവരും വരിക. എനിക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് ഒരു 1-2 ലൈവൊക്കെ ഇടാറുണ്ട്. അപ്പോൾ രാവിലെ ഇടും. സാധാരണ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി ഇച്ചിരി കൂടി നിൽക്കുകയാണെങ്കിൽ മാത്രം ലൈവിൽ രാവിലെ കയറില്ല, അല്ലെങ്കിൽ ഞാൻ 8 മണിയൊക്കെ ആകുമ്പോൾ ലൈവിൽ കയറാറുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് കയറും, പണിയൊക്കെ ഒന്ന് കഴിഞ്ഞ് മോക്ക് ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി നേരം കയറിയിരിക്കും. പക്ഷേ നമ്മൾ ലൈവിലും നമ്മുടെ വീഡിയോസിലും നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് വന്നാലേ നമുക്ക് വാച്ച് അവറും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്പായി വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ.
അപ്പോൾ വേറെ എന്താണ്, വേറെ നല്ല നല്ല വിശേഷങ്ങൾ. ഇന്ന് എന്താണ് നിങ്ങളുടെയൊക്കെ സ്പെഷ്യൽ പണിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം സമയം ഒരു 8 മണിക്ക് ആയിട്ടില്ല, ഒരു 7:45 8 മണിയൊക്കെ ആയിട്ടുള്ളൂ. കണ്ട അപ്പത്തിൻ്റെ തിക്നെസ് മാവിൻ്റെ കണ്ടോ, നല്ല അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെ ആണ് കേട്ടോ. എന്നാലും ഒത്തിരി കട്ടിക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പവും അതനുസരിച്ച് കട്ടി കൂടി. ഇതിപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അപ്പോൾ അത് പാൻ കറക്റ്റ് ഷേപ്പിൽ റൗണ്ടിലങ്ങ് കിട്ടും. ഞാൻ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു രീതി അനുസരിച്ചൊക്കെ അങ്ങ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറായിട്ടുണ്ട്. നല്ല ചൂടൻ സാമ്പാറും പിന്നെ എന്താണ് നല്ല ചൂടൻ അപ്പവും പിന്നെ നമ്മുടെ ചിക്കൻ ചൂടാക്കിയതും. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഓക്കെ, വേറെ എന്തൊക്കെയാണ് നല്ല വിശേഷം. അങ്ങനെ അപ്പോൾ ഞാൻ ഇനി ഇതുപോലെ ഇങ്ങനെ ഓരോ ടൈമിലും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഇടാമെന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇക്കേനും മോനും ആദ്യം കൊടുക്കാമെന്നുള്ള രീതിയിലൊക്കെയാണ്. വേറെ വിശേഷിച്ചൊന്നുമില്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സ്കിപ്പ് ചെയ്യാണ്ട് എന്നെ കാണുക. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. വേറെ എന്താണ്, നമ്മുടെ വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ ലൈവ് വീഡിയോ എല്ലാം നിങ്ങളുടെ ഒരു സപ്പോർട്ട് എപ്പോഴും എനിക്ക് വേണം, തുടക്കം മുതൽ ലാസ്റ്റ് വരെയും വേണം കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇന്നിങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ അങ്ങനെ ഒതുങ്ങിക്കൂടി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് മേളിൽ നമുക്ക് ചെറിയൊരു പേരമരം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് വേറൊന്നുമില്ല, നമ്മുടെ മേളിൽ ചെറിയൊരു പേരമരം ഉണ്ടല്ലോ, അപ്പോൾ അത് 1-2 പേരയ്ക്കൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അനിയന്മാർ താഴെയുള്ള 2 അനിയന്മാരുടെ മക്കളാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും അനിയൻ്റെ മക്കളാണ്. അതിൽ ഒരാൾ കുറവുണ്ട്, ഒരാൾ അംഗൻവാടി പോയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേരയ്ക്കൊക്കെ പോയി പറിച്ചിട്ട് വന്ന്, അപ്പോൾ എല്ലാവരും ഞങ്ങളെയും കൂടെ വീഡിയോയിലൊന്നും എടുക്കാവോ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും കയറിയിരുന്ന കേട്ടോ. അപ്പോൾ ഇതിൽ ഏറ്റവും മൂത്തയാൾ എന്നെ എടുക്കേണ്ട മുത്തുമ്മാന്നും പറഞ്ഞുകൊണ്ട് മാറി പുറകിൽ നിൽക്കുക. പിന്നെ ഇളയ അനിയൻ്റെ ഒരു മോളും കൂടെ, അവളാണ് അംഗൻവാടി പോയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കുട്ടിപ്പട്ടാളങ്ങളെയൊക്കെ വെച്ചിട്ട് ഒന്ന് വീഡിയോയും കൂടെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇത്രയും പേരൊക്കെ കിട്ടിയുള്ളൂ, ബാക്കിയൊക്കെ കേട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്തു. എൻ്റെ മോള് പേരയ്ക്ക എടുക്കുന്നുണ്ട്, വെള്ളം കുടിക്കാൻ കൊടുത്തിട്ട് അത് മൊത്തം ആ ഡ്രസ്സിലൊക്കെ ആക്കിയിട്ട് ആകെ ഒരു പരുവത്തിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ അനിയൻ്റെ കല്യാണമെന്ന് ആദ്യം കഴിഞ്ഞ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തെ ചെറുമക്കളിലെ ഏറ്റവും മൂത്തയാൾ അവനാണ്. ഇപ്പോൾ കണ്ട ആൾ അൻവർ എന്നാണ് പേര്. അതേ നിൽക്കുന്നത് നമ്മുടെ മുത്തുമണി, നല്ല വെള്ളത്തിൽ കോഴി കുളിച്ച് നനഞ്ഞ് നിൽക്കുമ്പോൾ ചീഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരെയും വീഡിയോയിൽ ഉൾപ്പെടുത്താനൊക്കെ പറ്റി. ഓക്കെ, നല്ലൊരു വീഡിയോസൊക്കെ നമുക്ക് ഇനിയും ചെയ്യാം. വേറൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആയിക്കോട്ടെ. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.